ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷെക്കേന കുടുംബത്തെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം ഈ ശുശ്രൂഷയുടെ 3-ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാ നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. 96-ാം സങ്കീർത്തനം 13-ാം തിരുവചനം. പരിശുദ്ധ വചനം പറയുന്നു, എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. എത്ര മനോഹരമായ വചനമാണിത്. നമ്മുടെ കർത്താവ് നീതിമാനായ ദൈവമാണ്, നമ്മുടെ വിധി കർത്താവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ നമുക്കൊരു നീതിവിധിയുണ്ട്. ഈ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഒരു ഗവൺമെന്റിനും ഒരു കോടതിക്കും ദൈവത്തിൻ്റെ ഈ നിയമനങ്ങളെ മാറ്റുവാൻ സാധിക്കുകയില്ല. കർത്താവ് നീതിയോടെ വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. നമുക്കൊരു വിധി ദിനമുണ്ട്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ശുദ്ധീകരണത്തിനായി ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. അനേകം ആത്മാക്കളിൽ നിത്യജീവന്റെ വെളിച്ചം പ്രകാശിതമാകുവാൻ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, ഈ തലമുറയ്ക്ക് നിത്യതയുടെ വെളിച്ചം പകർന്നു കൊടുക്കണമേ. നിത്യജീവന്റെ പ്രത്യാശയിൽ ഈ കാലഘട്ടത്തെ വളർത്തണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ സ്വർഗം നമുക്ക് വലിയൊരു ദൗത്യം നൽകിയിട്ടുണ്ട്. എന്താണ് ആ ദൗത്യം? ഈ തലമുറയ്ക്ക് നിത്യതയുടെ വെളിച്ചം പകർന്നു കൊടുക്കുക. നമ്മൾ നിത്യജീവന്റെ പ്രവാചകരായി മാറുക. നമ്മെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നമാണിത്. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന അവിടുത്തെ പദ്ധതിയാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൗത്യം. എൻ്റെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 ദിനങ്ങളിൽ പരിശുദ്ധ വചനങ്ങളിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിത്യ ജീവനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വചനത്തിൽ നാം കാണുന്നു, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. ആർക്കാണ് സ്വർഗരാജ്യ പ്രവേശനം ലഭിക്കുന്നത്? കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, കർത്താവിനോട് കൂടെ നിത്യതയിൽ ആയിരിക്കുവാനായി സാധിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ ആത്മാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന 2
നിയമനങ്ങളുണ്ട്, അപ്പോയിൻമെന്റ്സ്. ഈ നിയമനങ്ങൾ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും, ഒരു ഗവൺമെന്റിനും, ഒരു കോടതിക്കും മാറ്റുവാൻ സാധിക്കുകയില്ല. അത് മാറ്റമില്ലാത്ത നിയമനങ്ങളാണ്. ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. തുടർന്ന് എന്താ വചനം പറയുന്നത്? അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, മരണം, അതിനുശേഷം വിധി. ഈ രണ്ട് നിയമനങ്ങൾ ആർക്കും മാറ്റുവാൻ സാധിക്കുകയില്ല. മരണവും വിധിയും. നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല. നമുക്കൊരു മരണമുണ്ട്. കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ആ ദിനം, ഈ ലോകം വിട്ട് ഞാനും നിങ്ങളും നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പറയുന്നു, 41-ാം അധ്യായം 3-ാമത്തെ വചനം, മരണവിധിയെ നമ്മൾ ആരും ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണിത്. പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, മരണവിധിയെ നമ്മൾ ആരും ഭയപ്പെടേണ്ട. മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചവർക്കെല്ലാം മരണമുണ്ട്. മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? മരണമുള്ളവൻ. മരണമുള്ളവൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് നിത്യതയിലേക്കുള്ള ഒരു കവാടമാണ്. നമ്മൾ ഈ ലോകത്തിൽ ശരീരത്തിൽ മരിക്കുമ്പോൾ നിത്യജീവനിൽ ജനിക്കുകയാണ്. സങ്കീർത്തനം 49, 11, 12 വചനങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചതാണ് സഹോദരങ്ങൾ. ആ വചനം, ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി, തലമുറകളോളം അവരുടെ വാസസ്ഥാനം. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, മൃഗങ്ങളെ പോലെ അവനും നശിച്ചു പോകും. നമ്മൾ ലോകചരിത്രം പരിശോധിക്കുമ്പോൾ അനേകം ചക്രവർത്തിമാരെ കാണാം. അലക്സാണ്ടർ, നെപ്പോളിയൻ, സീസർ, വളരെ ശക്തരായ ചക്രവർത്തിമാരെ, അനേകം രാജാക്കന്മാരെ കാണാം. അവർ ദേശങ്ങൾ പിടിച്ചടക്കി, രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി. പരിശുദ്ധ വചനം പഠിപ്പിക്കുക, അവർ ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും അവരുടെ നിത്യവസതി ശവകുടീരങ്ങളാണ്. ഇന്ന് ആരും അവരൊന്നും ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നില്ല സഹോദരങ്ങളെ. അവരെല്ലാം മൺമറഞ്ഞു പോയി. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, അവൻ മരണമടയുമെന്ന് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത നമ്മൾ തിരിച്ചറിയണം. നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ വാസം സെക്കൻഡുകൾ പോലുമില്ല. യാക്കോബ് ശ്ലീഹ ഈ സത്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വചനത്തിൽ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറേണ്ട ഒരു തിരുവചനമാണിത്. അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് മനുഷ്യ ജീവിതം. സഹോദരങ്ങളെ, നമുക്കൊരു മരണമുണ്ട്.
ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചെയ്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും കർത്താവിനെ നേരുള്ളതായി മാറണം. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണം. ഈ ജീവിതം നമുക്ക് ദാനം തന്ന കർത്താവിന്റെ സ്വപ്നമാണിത്. നമ്മൾ പാടുന്നില്ലേ, ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ടു പോയിടണം. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞു പോകും. ഒരിക്കൽ കൂടെ, എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കൃപ തരണമേ. പോകും. സഹോദരങ്ങളെ, ഒന്നാമത്തെ നിയമനമാണ് മരണം. രണ്ടാമത്തെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നിയമനമാണ് വിധി. ഇതൊരു കെട്ടുകഥയല്ല. ഇത് ഏതെങ്കിലും ഒരു മാനുഷിക വ്യക്തിയുടെ കണ്ടുപിടുത്തമോ ഭാവന സൃഷ്ടിയല്ല. നമ്മുടെ കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, കർത്താവിൻ്റെ പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കൊരു നീതിവിധിയുണ്ട്, അന്ത്യവിധിയുണ്ട്. രണ്ട് തരത്തിലുള്ള വിധി. ഒന്ന് മരണശേഷം ആ സമയത്ത് നടക്കുന്ന വിധി, അതിന് തനത് വിധി എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. അന്ത്യവിധി, പൊതുവിധി, അത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിലാണ് സംഭവിക്കുന്നത്. നമുക്കൊരു വിധിയുണ്ട്. വിധി മാത്രമല്ല, നമുക്കൊരു വിധി ദിനമുണ്ട്, വിധി ദിനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ നമ്മുടെ കർത്താവ് നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ കരുണാമയനാണ്, ഒപ്പം നീതിയുടെ ദൈവമാണ്. നീതിമാനായ ദൈവം. ഈ ലോകത്തെ നീതിയോടെ വിധിക്കുവാൻ ഒരു ദിവസമുണ്ട്. ജഡ്ജ്മെന്റ് ഡേ, ഒരു വിധി ദിനം നമുക്കുണ്ട് സഹോദരങ്ങളെ. ഇത് ആർക്കും മാറ്റാൻ പറ്റില്ല, ഇത് ആർക്കും ഇല്ലാതാക്കാൻ പറ്റുകയില്ല. പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്കൊരു വിധി ദിനമുണ്ട്. വിധി ദിനമുണ്ട്. വിധി ദിനം മാത്രമല്ല, നമുക്കൊരു വിധി കർത്താവുണ്ട്. നമുക്കൊരു വിധി കർത്താവുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 42-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ. അതാരാണ്? കർത്താവായ യേശുവാണ്. അവനാണ് ഇന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. പത്രോസ്ലീഗ കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുക. ഈ പ്രഘോഷണ വേളയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുത്ത വാക്കുകളാണ് നമ്മളിപ്പോൾ വചനത്തിൽ വായിച്ചത്. നമ്മളെ വിധിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഒരുവൻ, അത് കർത്താവായ യേശുവാണ്. അവൻ നമ്മുടെ എല്ലാമാണ്. എന്നാൽ മറക്കരുത്, അവൻ നമ്മുടെ ജഡ്ജ്, നമ്മുടെ ന്യായാധിപനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ജഡ്ജാണ്, നമ്മുടെ ന്യായാധിപനാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വചനത്തിൽ വീണ്ടും
വചനം പഠിപ്പിക്കുന്നു, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വചനം, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു വിധിയുണ്ട്, നമുക്കൊരു വിധി ദിനമുണ്ട്, നമുക്കൊരു വിധി കർത്താവുണ്ട്, നമുക്കൊരു നീതിപീഠമുണ്ട്. ആ നീതിപീഠമുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും. നീതിപീഠത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. നീതിപീഠം, നീതി കർത്താവ്, നീതിവിധിയുടെ ദിനം. എൻ്റെ സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയാണോ? നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. നമുക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ ഈ വാക്കുകളിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ലോകം പറയും ഇത് പൊട്ടത്തരമാണ്. ചിലപ്പോൾ ആധുനിക മനുഷ്യൻ പറയും ഇതുപോലെ മണ്ടത്തരം വേറെ ഒന്നുമില്ല. സഹോദരങ്ങളെ, ഇത് മണ്ടത്തരവും പൊള്ളത്തരവും അല്ല, ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. കർത്താവിൻ്റെ വചനം നമ്മോട് കള്ളം പറയുകയില്ല. 100% ഇത് സത്യമാണ്. നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിധി വരുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇന്നലത്തെ വചന ശുശ്രൂഷയിൽ പഠിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ചെയ്തികൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന്. നമ്മുടെ ചിന്തകളുടെയും ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ നമ്മുടെ വാക്കുകൾ, സംസാരങ്ങളുടെയും നമ്മുടെ പ്രവർത്തികളുടെയും അടിസ്ഥാനത്തിലാണ് കർത്താവ് നമ്മളെ പരിശോധിച്ച് നീതിയോടെ വിധിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെത്ര ജാഗ്രതയോടെ ഈ ലോകത്തിൽ ജീവിക്കണം. ഞാൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് ഒരു വിശുദ്ധ ഭയം തരികയായിരുന്നു. എത്ര ശ്രദ്ധയോടെ വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. അത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ശമത്തായുടെ സുവിശേഷം 12-ാം അധ്യായം 36-37 വചനങ്ങളിൽ നമ്മുടെ വാക്കുകളാൽ നമ്മൾ വിധിക്കപ്പെടും. നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം. ചപ്പും ചവറും പറയാ, വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാ അരുത് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ ദൈവമേ, നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഞാനും നീയും പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും, വിലക്കെട്ട വാക്കുകൾക്ക്, ജഡീകമായ വാക്കുകൾക്ക്, നമ്മൾ പലപ്പോഴും പറയുന്ന മ്ലേച്ഛമായ അസഭ്യമായ വാക്കുകൾക്ക് വിധി ദിനത്തിൽ, സഹോദരങ്ങൾ, അങ്ങനെ ദിവസമുണ്ട്. നമ്മൾ വചനത്തിൽ കണ്ടു, വിധി ദിനത്തിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. വിധി ദിനത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭ എന്താ ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്? ഇത് സഭയുടെ പ്രബോധനമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1040 ആ ഖണ്ഡികയിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് സ്വരമുയർത്തി വായിച്ച്, ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധിയുണ്ടാകും. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ്, അന്ത്യവിധിയുണ്ടാകും. ആ ദിവസവും മണിക്കൂറും പിതാവിന് മാത്രമേ അറിയൂ. അവിടുന്ന് മാത്രമാണ് ആ വരവിന്റെ നിമിഷം നിശ്ചയിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ
ചരിത്രം മുഴുവൻ്റെയും മേൽ അന്തിമ വിധി പ്രസ്താവിക്കും. ചരിത്രം മുഴുവൻ്റെ മേൽ അന്തിമ വിധി പ്രസ്താവിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനമാണ്. നമ്മൾ ആരും കണ്ടുപിടിച്ചതല്ല. കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയ വിശ്വാസ സത്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വീണ്ടും 1039 ഖണ്ഡികയിൽ തിരുസഭ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു, ദുഷ്ടന്മാർ ചെയ്തതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ദിനം വചനത്തിൽ കണ്ടു, ഈ ഭൂമിയിൽ കോടാനുകോടി പുസ്തകങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്വർഗത്തിലും ചില ഗ്രന്ഥങ്ങളുണ്ട്. ദ ബുക്ക് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ഗ്രന്ഥം, അത് പരിശുദ്ധ ബൈബിളാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഗ്രന്ഥം എന്താണ്? ബുക്ക് ഓഫ് റിമെമ്പറൻസ്, ഓർമ്മകളുടെ ഒരു ഗ്രന്ഥം. മൂന്നാമത് കണ്ടു മറ്റു ഗ്രന്ഥങ്ങൾ, പേര് പറയുന്നില്ല, പല പല ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ ഓരോ വാക്കും ചിന്തയും ചെയ്തികളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ സ്വർഗത്തിലുണ്ട് സഹോദരങ്ങളെ. മറ്റു ഗ്രന്ഥങ്ങൾ. നാലാമത്തെ ഗ്രന്ഥമാണ് കുഞ്ഞാടിന്റെ ജീവ ഗ്രന്ഥം, ദ ബുക്ക് ഓഫ് ലൈഫ്. ഇവിടെ സഭ പഠിപ്പിക്കുകയാണ്, ദുഷ്ടന്മാർ ഒക്കെ നമ്മളെ കൂട്ടത്തിൽ പെടും. നമ്മൾ ചിന്തിക്കണം, പരിശോധിക്കണം. ദുഷ്ടന്മാർ ചെയ്തതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവർ അത് അറിയുന്നില്ല. അറിയാതെയാണ് പലപ്പോഴും ദുഷ്ടത പ്രവർത്തിക്കുന്നത്, മ്ലേച്ഛത പ്രവർത്തിക്കുന്നത്, തിന്മകൾ പ്രവർത്തിക്കുന്നത്. ഈ ലോക വഴിയിൽ പോയി നിത്യനാശത്തിലേക്ക് പോകുന്നത് തിരുസഭ പഠിപ്പിക്കുക. അതവർ അറിയുന്നില്ല. എന്തുമാത്രം കഷ്ടത നിറഞ്ഞൊരവസ്ഥയാണ് സഹോദരങ്ങളെ. അറിയുന്നില്ല അവര്. തുടർന്ന് എന്താ പറയുന്നത്? നമ്മുടെ ദൈവം ആഗതനാകുമ്പോൾ അവിടുന്ന് നിശബ്ദത പാലിക്കില്ല. ഇതൊക്കെ നീതിയോടെ വിധിക്കും. നമ്മുടെ വാക്കുകള്, ചെയ്തികള് എല്ലാം നീതിയോടെ അവിടുന്ന് വിധിക്കും. സഹോദരങ്ങളെ, നമ്മൾ വചനത്തിലൂടെ കണ്ടു, നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും, വിലയില്ലാത്ത ഓരോ വാക്കിനും വിധി ദിനത്തിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. 12:37 അവസാന വചനത്തിൽ എന്താ പറയുന്നത്? ശമത്തായുടെ സുവിശേഷം 12:37 തിരുവചനം പറയുന്നു, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. അപ്പൊ നമ്മുടെ വാക്കുകൾ എന്തോരം ശ്രദ്ധിച്ച് വേണം സഹോദരങ്ങളെ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കാര്യത്തിൽ പലപ്പോഴും എനിക്ക് വിധി നേരിടേണ്ടി വരുമെന്ന്. ചില സമയത്തൊക്കെ ദേഷ്യം വരുമ്പോൾ ചില വാക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരോട് പറയാറുണ്ട്. സഹോദരങ്ങളെ, കർത്താവ് പറയാം, നിന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കണം. നിന്റെ ഓരോ വാക്കിനോടും നിനക്ക് ജാഗ്രതയുണ്ടാകണം. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. ദൈവമേ, കരുണ കാണിക്കണേ. ഇവിടെ നിന്ന് തന്നെ കരുണ യാചിച്ച് കടങ്ങൾക്ക് പൊറുതിയും പാപങ്ങൾക്ക് മോചനം സ്വീകരിച്ച് വേണം ഈ ലോകം വിട്ട് നമ്മൾ പോകാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5:22 എന്നാ പഠിപ്പിക്കുന്നത്. 5:22 ശ്രദ്ധാപൂർവ്വം ഒരുമിച്ച വചനം വായിച്ചേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. പൊട്ട, മണ്ട, ബാക്കി ഇത് പരിശുദ്ധ സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പറയാ, നീ ഇങ്ങനെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നീ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കണം. നീ നരകാഗ്നിക്ക് അർഹയായി തീരുമെന്ന് വാക്കുകൾ കൊണ്ട് കർത്താവിനെ അവഹേളിച്ചതിനെ ഓർത്ത്, എൻ്റെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തിയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുക. കർത്താവിന് റിപ്പന്റ് അനുദപിക്കുക സഹോദരങ്ങളെ.
ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ സംസാരം മൂലം വാക്കുകൾ മൂലം വന്നുപോയി എല്ലാ വീഴ്ചകളെ ഓർത്ത് മുറിവുകളെ ഓർത്ത് കർത്താവ് അങ്ങേക്കേറ്റെല്ലാം നിന്ന അപമാനങ്ങളെ ഓർത്ത് അങ്ങേക്കേറ്റ അവഹേളനങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് നമ്മൾ കരമുയർത്തി വിളിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്നു. കരുണൊഴുകട്ടെ, ദൈവ കാരുണ്യം വ്യാപരിക്കട്ടെ. അവബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ദൈവത്തോട് പാടി പ്രാർത്ഥിച്ച് അനുതാപം തരണമേ, അനുതാപം നൽകണമേ, അനുതാപം നൽകണമേ. വാക്കുകളിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെ ഓർത്ത് അനുതാപം നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, നമ്മുടെ സംസാരം മൂലം നമുക്കുണ്ടാകുന്ന വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ഇന്നലെ വചനത്തിലൂടെ കണ്ടു. നമ്മുടെ പ്രവൃത്തികൾ എന്തുമാത്രം ശ്രദ്ധിച്ചു വേണം. നാം വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതമായാണ് നമ്മൾ വിധിക്കപ്പെടുന്നത്. നമ്മുടെ പൊസിഷൻ നോക്കിയിട്ടല്ല. പൊസിഷനൊക്കെ ലോകത്തിലുള്ളൂ. നീ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, നീ വക്കീലാണോ, നീ അധ്യാപകനാണോ, നീ വലിയ ഒഫീഷ്യലാണോ, ഇതൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ പ്രവൃത്തികൾ മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം 20 അധ്യായം 12, 13 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം നമുക്ക് ഒന്നിച്ചു വായിക്കാം. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, ആർക്കും ഒഴികഴിവില്ല. നോ റെക്കമെൻഡേഷൻ. ഒരു റെക്കമെൻഡേഷൻ അവിടെ സ്വീകരിക്കില്ല പ്രിയപ്പെട്ടവരെ. വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇതാ ന്യായാധിപനായി കർത്താവ് തന്റെ ന്യായാസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ സിംഹാസനത്തിന് മുൻപിൽ സകല മനുഷ്യർ നിൽക്കുകയാണ്. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഓരോരുത്തരുടെ ചെയ്തികളും വാക്കുകളൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. എങ്ങനെയാണ് വിധി വന്നത്? പ്രവർത്തികൾക്കനുസൃതം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തികളെ കർത്താവ് പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ഈ ശരീരത്തിൽ ചെയ്തിട്ടുള്ള, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ പ്രവൃത്തിയും പരിശോധിക്കപ്പെടും. പ്രവർത്തികൾക്കനുസരിച്ച് അവർ വിധിക്കപ്പെട്ടു. 13 വചനം വീണ്ടും നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. ആ കടലിൽ വീണ് മരിച്ചവരെ, പ്ലെയിൻ അപകടം, കപ്പൽ അപകടം, ബോട്ട് അപകടം, ഇങ്ങനെ കടലിലൊക്കെ വീണ് കടലിലൊക്കെ മരിച്ച അനേകായിരങ്ങളുണ്ട്. അങ്ങനെ മരണപ്പെട്ടവരെ സമുദ്രം വിട്ടുകൊടുത്തു, കടൽ വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിൽ ഉണ്ടായിരുന്നവരെയെല്ലാം വിട്ടുകൊടുത്തു. സകലരും സിംഹാസനസ്ഥനായ കർത്താവിന് മുമ്പിൽ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അവരെല്ലാവരും താങ്കളുടെ പ്രവർത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. എൻ്റെ ദൈവമേ, പൊസിഷൻ നോക്കിയിട്ടല്ല, പഠിപ്പ് നോക്കിയിട്ടല്ല, സൗന്ദര്യം നോക്കിയിട്ടല്ല, കഴിവ് നോക്കിയിട്ടല്ല, സ്വാധീനം നോക്കിയിട്ടല്ല, എൻ്റെയും നിൻ്റെയും പ്രവർത്തികൾക്കനുസൃതമായി നാം വിധിക്കപ്പെടുകയാണ്. അവരെല്ലാം വിധിക്കപ്പെട്ടുവെന്ന് ആത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതം എത്ര കൃത്യമായിരിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്
കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വചനം, 5-10 എല്ലാവരും ഒന്നിച്ച് വായിച്ച്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. എന്റെ സഹോദരങ്ങളെ, ആർക്കും മൊഴി കഴിവില്ല. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, നാം എല്ലാവരും. പറഞ്ഞേ, നാം എല്ലാവരും. പോരാ, അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. എന്തിനു വേണ്ടി വരണം? നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും, ഈ നന്മ തിന്മകൾക്കുള്ള ആ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കാനാണ് ന്യായാസനത്തിന് മുമ്പിൽ വരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആരും കർത്താവിന്റെ നീതിവിധിയെ ഭയപ്പെടേണ്ട സഹോദരങ്ങളെ. ന്യായവിധിയെ നമ്മൾ ആരും ഭയപ്പെടേണ്ട. ഈ ലോകത്തിൽ ആരെല്ലാം കർത്താവിനോട് ചേർന്ന് ജീവിച്ചവോ, കർത്താവിന്റെ വചനത്തിൽ ജീവിച്ചവോ, പരിശുദ്ധാത്മാവിൽ ജീവിച്ചവോ, അവരുടെ നീതിവിധി എന്ന് പറയുന്നത് റിവാർഡ്, പ്രതിഫലത്തിനു വേണ്ടിയാണ്. നമ്മൾ അതിലോട്ട് വരാൻ പോകുന്നത് പ്രതിഫലത്തിനു വേണ്ടിയാണ്. എന്നാൽ കർത്താവിനെ ധിക്കരിച്ച് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ലൗകികരും ജഡീകരുമായി ജീവിച്ച് കർത്താവ് നേടിത്തന്ന രക്ഷയെ അവഗണിച്ചുകൊണ്ട് ആരെല്ലാം ഈ ലോകത്തിൽ ജീവിച്ചുവോ, അവർക്ക് ഈ വിധി എന്ന് പറയുന്നത് ശിക്ഷാവിധിയാണ്, പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ്, അവർക്ക് ശിക്ഷയുടെ അനുഭവമാണ്. എന്നാൽ കർത്താവിനെ സ്നേഹിച്ച, കർത്താവിനോട് ചേർന്ന് ജീവിച്ച ഓരോ വ്യക്തിക്കും അത് പ്രതിഫലത്തിന്റെ വിധിയാണ്, റിവാർഡിന്റെ വിധിയാണ്. മനസ്സിലായവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിച്ചത് സഭയോട് പറയാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. നമ്മളത് തെറ്റിദ്ധരിക്കരുത്, കൃത്യതയോടെ അത് മനസ്സിലാക്കി വായിക്കണം. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. നീതിവിധിയുണ്ട്. നീതിവിധി സകലർക്കുണ്ട്. ന്യായവിധി എല്ലാവർക്കുമുണ്ട്. പക്ഷെ ശിക്ഷാവിധി ആർക്കുള്ളതാണ്? യേശുവിനെ തള്ളിക്കളഞ്ഞ, രക്ഷ ബോധപൂർവം അവഗണിച്ചവർക്കാണ് ശിക്ഷാവിധി. എന്നാൽ ന്യായവിധിയിൽ ഈശോയെ സ്നേഹിച്ച, ഈശോയുടെ വചനത്തിന് വേണ്ടി ജീവിതം കൊടുത്ത, വില കൊടുത്ത ഓരോ വ്യക്തിക്കും അത് പ്രതിഫലത്തിന്റെ വിധിയാണ്, റിവാർഡിന്റെ വിധിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ വിധിയെ ഭയപ്പെടരുത്. ജീവിതം അങ്ങനെയാകണം. ജീവിതം, ഈ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വരുന്നത്. ജീവിതം കർത്താവിനോട് ചേർന്ന് അവരോട് ഐക്യപ്പെട്ടുകൊണ്ടായിരിക്കണം. പരിശുദ്ധ വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എനിക്ക് ആ വചനം ഒത്തിരി ഇഷ്ടമാണ്. എന്താ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നത്? ലോകം കണ്ടതിൽ വെച്ച്, സഭ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തനായ മിഷണറി, വലിയ ദൈവശാസ്ത്രജ്ഞൻ, അറിവ് കൊണ്ടും അർപ്പണം കൊണ്ടും ഉന്നതനായവൻ, ആ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുക. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. ഒന്നിച്ച വചനം വായിച്ച്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. സഹോദരങ്ങളെ, പൗലോസ്ലീഹ സുവിശേഷത്തിന്റെ തീയായിരുന്നു. എന്നാൽ പൗലോസ്ലീഹ പറയാ, ഞാൻ അനേകരോട് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു. നീതി വിധി ദിനത്തിൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അകറ്റപ്പെടാതിരിക്കാൻ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
എൻ്റെ ശരീരത്തെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ ഞാൻ ദൈവവചനപ്രകാരം എൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിയന്ത്രിച്ച് കീഴടക്കി ഞാൻ ആത്മാവിൽ ജീവിക്കുകയാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഈ വചനത്തിന്റെ തീ, ഈ വചനത്തിന്റെ തീ അഭിഷേകം, ഈ വചനത്തിന്റെ തീ സാന്നിധ്യം അനേകായിരങ്ങളിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ. ഈ കൃപ ഞങ്ങൾക്ക് തരണമേ. പൗലോസ്ലീഹയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എന്നെ അതിശയപ്പെടുത്തിയിട്ടുണ്ട് ഈ വചനം. ഇതാരാ സാക്ഷ്യപ്പെടുത്തുന്നത്? വിശുദ്ധനായ പൗലോസ്ലീഹ, കർത്താവിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലൻ. അദ്ദേഹം പറയാ, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ, ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിനെ. അപ്പൊ പൗലോസ്ലീഹയുടെ ഉള്ളിൽ പോലും ആ ചിന്തയുണ്ടായിരുന്നു. എന്ത് ചിന്ത? കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ ക്വാളിഫൈഡ് ആകുമോ, അതോ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ? ഈ ഒരു ചിന്ത അദ്ദേഹത്തിനുള്ളിൽ ഒരുപാട് അദ്ദേഹത്തെ ഭാരപ്പെടുത്തിയിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ഭാരമുണ്ടോ? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിന് വ്യഗ്രതകൾ മൂലം, ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം, അത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ നിത്യസത്യങ്ങൾ മറന്ന് ജീവിക്കുന്നവരാണോ ഞാനും നീയുമെന്ന് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് എൻ്റെ സഹോദര സഹോദരി നമ്മൾ പരിശോധിക്കണം. ഇത് പരിശോധനയുടെ സമയമാണ്. നമ്മൾ നമ്മളോട് ചോദിക്കണം. പൗലോസ് പറയാ, ഞാൻ നിയന്ത്രിക്കുന്നു, ഞാനൊരു ഡിസിപ്ലിൻ ലൈഫിലോട്ട് വരുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതത്തിനായി പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് സഹോദരങ്ങളെ. ജീവിതം ഒന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല. കർത്താവ് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമുക്ക് ഉദ്ധാനമില്ലായിരുന്നുവെങ്കിൽ, കർത്താവിനോട് കൂടെ നമുക്കൊരു നിത്യത ഇല്ലായിരുന്നുവെങ്കിൽ, നമുക്കവിടെ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാമായിരുന്നു. എന്നാൽ നമുക്കത് സാധ്യമല്ല. കാരണം നമ്മുടെ കർത്താവിനോടൊപ്പം നമുക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ചേർന്ന് പാടിക്കെല്ലാവരും. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരങ്ങളൊന്ന് വീശിക്കൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, കർത്താവിനോടൊപ്പം നമുക്കൊരു നിത്യതയുണ്ട്. പറഞ്ഞേ, കർത്താവിനോടൊപ്പം നമുക്കൊരു നിത്യതയുണ്ട്. ഇതങ്ങ് കോൺക്രീറ്റ് പോലെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉറയ്ക്കണം സഹോദരങ്ങളെ, ഉറയ്ക്കണം. പൗലോസ്ലീഹ വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 14 അധ്യായം 10 തിരുവചനം 14:10 എന്താ വചനം പറയുന്നത്? നീ എന്തിനെ നിന്റെ സഹോദരനെ വിധിക്കുന്നു, സഹോദരനെ വിധിക്കുന്നു, അഥവാ നീ എന്തിനും നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. സഹോദരങ്ങളെ, പൗലോസ്ലീഹ ഈ നിത്യസത്യം വിശ്വസിച്ചു. വിശുദ്ധനായ പൗലോസ്ലീഹയ്ക്ക് ഇത് വിശ്വസിക്കാമെങ്കിൽ നമുക്ക് വിശ്വസിച്ചൂടെ? പിശാച് പറയും, ഇതൊന്നുമില്ല, നീ സുഖമായി ജീവിച്ചോ, സന്തോഷത്തോടെ ജീവിച്ചോ, നീ എൻജോയ് ചെയ്തോ, നീ ആസ്വദിച്ചോ. ഈ ലോകത്തിന് സകല സുഖങ്ങളും അവിടെ സുവിശേഷ മൂല്യങ്ങളോ ദൈവത്തിൻ്റെ വചനമോ നീ സ്വീകരിക്കേണ്ട, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ എൻജോയ് ചെയ്തോ.
കാരണം പിശാചിനറിയാം നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ നിത്യ നരകത്തിലാകുന്ന പിശാചിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവൻ്റെ വാസസ്ഥലം എവിടെയാ അത് സാത്താൻ അറിയാം. അവൻ്റെ ആ ഡെസ്റ്റിനേഷൻ തീ നരകമാണ്. അവിടെ നമ്മളെയും കൊണ്ടുപോകാനുള്ള അവൻ്റെ വ്യഗ്രതയാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന് ന്യായാസനത്തിന് മുൻപിൽ നമ്മളെല്ലാം നിൽക്കേണ്ടവരാണല്ലോ. ഇത് ആരാ പഠിപ്പിക്കുന്നത്? പൗലോസ്ലീഹ. തുടർന്ന് 12-ാമത്തെ വചനം ശ്രദ്ധിച്ച്, ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ ചെയ്തികളെ കുറിച്ച്, നമ്മുടെ വാക്കുകളെ കുറിച്ച് കർത്താവിന്റെ മുൻപിൽ നമ്മൾ അക്കൗണ്ടബിളാണ്. കാരണം ഈ ജീവിതം നമ്മുടെ സ്വന്തമല്ല, ഇത് കർത്താവ് ദാനമായി തന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അവന്റെ മുൻപിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മൾ അക്കൗണ്ടബിളാണ്. കർത്താവിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണ് നമ്മളെ പരിശോധിക്കുന്നത്? നമ്മുടെ ചെയ്തികൾ എങ്ങനെയാണ് കർത്താവ് പരിശോധിക്കുന്നത്? ഇതിനൊന്നും ഒത്തിരി മണിക്കൂറൊന്നും വേണ്ട, ഒറ്റ സെക്കൻഡ് പോലും വേണ്ട, അതെല്ലാം പെട്ടെന്ന് ഡിസ്പ്ലേ ആവും. ദൈവത്തിനൊന്നും അസാധ്യമല്ല സഹോദരങ്ങളെ. നമ്മളാരും സ്വർഗത്തിൽ പോയിട്ടില്ല, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഇങ്ങനെ നിന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിയണം. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിൽ പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളത് എന്ന് ശ്രദ്ധാപൂർവം വായിച്ച്, ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. പരിശോധിക്കുന്ന വസ്തു ഏതാ സഹോദരങ്ങളെ? തീയാണ്. തീ കൊണ്ടാണ് പരിശോധന. നമുക്കറിയാം, തീ പരിശോധിക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. പണ്ടൊക്കെ നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങാൻ വസ്ത്ര ഷോപ്പുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു തിരി ഉണ്ടാകും. നൈലോണിൻ്റെ ആ വസ്ത്രം നമ്മൾ എടുക്കുമ്പോൾ അവർ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നൈലോണിൻ്റെ ആ വസ്ത്രമാണെങ്കിൽ അതിങ്ങനെ അത് ഉരുകിപ്പോകും, അതിന് നൂല് ഉരുകിപ്പോകും. കോട്ടൺ തുണികളുണ്ട്, കോട്ടൺ തുണികൾ ഈ തീയിലോട്ട് വെച്ച് അതപ്പം തന്നെ കരിച്ചാരമായി പോകും. അതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണ്, ഇത് ഒറിജിനലാണ് ക്വാളിറ്റി. അപ്പോൾ തീ കൊണ്ടാണ് പരിശോധന. നമ്മുടെ ക്വാളിറ്റി അവിടെ വെളിപ്പെടും സഹോദരങ്ങളെ. ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, കൃത്യമായി അങ്ങ് വെളിപ്പെടുകയാണ്. അവിടെ പരസ്യമായി വെളിപ്പെടുകയാണ്. തീ കൊണ്ടാണ് പരിശോധന. ഏതാണ് ഈ തീ? നിയമാവർത്തന പുസ്തകത്തിലോട്ട് വന്ന് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം എടുക്കുക. 4-ാം അധ്യായം, അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. 4-ാം അധ്യായം 14-ാം വചനത്തിലാണ് കാണുന്നത്. നമ്മുടെ ദൈവം 24-ാം വചനത്തിൽ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. അപ്പോൾ പരിശോധിക്കുന്ന തീ എന്താണ്? അത് കർത്താവ് തന്നെയാണ്. കർത്താവാണ് ഈ തീ, കർത്താവാണ് പരിശോധിക്കുന്നത്. വേറെ വിശുദ്ധരോ പ്രവാചകരോ രക്തസാക്ഷികളോ ഒന്നുമല്ല സഹോദരങ്ങളെ, ദൈവമായ കർത്താവാണ്. നമ്മൾ വീണ്ടെടുത്ത് രക്ഷിച്ച നമ്മുടെ ഈശോയാണ് നമ്മളെ അവനാണ് നമ്മുടെ വിധി കർത്താവ്. ഹിസ് അവർ ജഡ്ജ്. അവൻ നമ്മുടെ ജഡ്ജാണ്, ന്യായാധിപനാണ്. അവിടെ വീണ്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ്കാർക്ക് 1-ാമത്തെ ലേഖനം 3:12 വരിക. 3:12 ആ വചനം ശ്രദ്ധാപൂർവം വായിച്ച്, അവിടെ നമ്മൾ എപ്രകാരമാണ് പണിയുന്നത്? നമ്മുടെ ചെയ്തികളാണ് നമ്മൾ ശ്രദ്ധിച്ച്, നമ്മുടെ ജീവിതത്തെ എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെയാണ് പണിയുന്നത്? എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെയാണ് പണിയുന്നത്?
എൻ്റെ സമൂഹത്തെ ഞാൻ എപ്രകാരമാണ് പണിയുന്നത്? അത് നമ്മുടെ ആക്ഷനാണ്, നമ്മുടെ പ്രവൃത്തിയാണ് സഹോദരങ്ങളെ. കർത്താവ് അതാണ് ശ്രദ്ധിക്കുന്നത്, പരിശോധിക്കുന്നത്. 2 തരം മെറ്റീരിയൽസ് ആണ്, 2 തരം മെറ്റീരിയലുകൾ അവിടെ കാണാം. 12-ാമത്തെ വചനം വായിച്ച്. ഈ അടിസ്ഥാനത്തിന്മേൽ 1-ാം ഇനത്തിൽപ്പെട്ട മെറ്റീരിയൽസ് എന്താണ്? ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ. അപ്പൊ 1-ാമത്തെ ഇനം ഏതാണ്? സ്വർണം, വെള്ളി, രത്നങ്ങൾ. 2-ാമത്തെ ഇനത്തിൽപ്പെട്ട മെറ്റീരിയൽസ് എന്താണ്? തടി, പുല്ല്, വൈക്കോൽ ഉപയോഗിച്ച് പണിതാലും. കണ്ടു. അപ്പോൾ ഈ 2 മെറ്റീരിയൽസ് കൊണ്ട് പണിയാൻ പറ്റും. നമുക്കറിയാം, തടി, പുല്ല്, വൈക്കോല്, ഇതിനൊക്കെ പ്രത്യേകത എന്താ സഹോദരങ്ങളെ? വലിയ വീടുകൾ പണിയാം. നമ്മുടെയൊക്കെ പലരുടെയും ആദ്യകാലത്തെ വീട് വൈക്കോൽ വീടായിരുന്നു, പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകൾ. നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർ ആ പഴമ നിലനിർത്താൻ വേണ്ടി പുല്ലുകൊണ്ട് പണിത് പല വീടുകളും കാണാം. നമ്മളിവിടെയും നമുക്ക് ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഈ കരിമ്പന ഇലകൾ കൊണ്ട്, പന ഇലകൾ കൊണ്ട് പണിതിരിക്കുന്ന കൂടാരങ്ങൾ, വീടുകൾ. അപ്പോൾ കാണാൻ നല്ല മനോഹരമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താ? തീ വന്നത് ആ സമയം കത്തിപ്പോവും. തീയിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല, തീയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാണാൻ എന്ത് രസമാണെന്ന് പറയാം, കാണാൻ എന്തൊരു ഭംഗിയാ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ നന്മ ചെയ്യുന്നവരും സമൂഹത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ആകാം. പക്ഷെ നമ്മുടെ മോട്ടീവ് എന്താണ്? ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഞാനൊരു സുവിശേഷ പ്രഘോഷകനാണ്. കർത്താവേ, അങ്ങയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ എൻ്റെ മോട്ടീവ് എന്താ? പലപ്പോഴും അനുദപിക്കേണ്ട പല തലങ്ങൾ കണ്ടെത്തുന്നുണ്ട് സഹോദരങ്ങളെ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റു പറയാണ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമുക്ക് നമ്മുടേതായ കുറവുകളും ദുർബലതകളെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക, ഉടനെ അനുദപിക്കുക, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മോട്ടീവ് എന്താ? ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, നമ്മൾ ഒരുപാട് അതിനു വേണ്ടി ത്യാഗമെടുക്കുന്നു. ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ അത് കർത്താവിനോടുള്ള യഥാർത്ഥ സ്നേഹത്തെ പ്രതിയാണോ? കർത്താവിനോടുള്ള ആ ഇന്റിമസി, വിട്ടുപിരിയാത്ത ബന്ധത്തെ പ്രതിയാണോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്? അതോ എനിക്ക് ജനത്തിന് മുമ്പിൽ മാന്യത കിട്ടാൻ, പലരും എന്നെ കുറിച്ച് നല്ലത് പറയാൻ, ഈ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതെങ്കിൽ എനിക്ക് പ്രതിഫലം കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും, നമ്മൾ കർത്താവിൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പോലും എല്ലാറ്റിനും പ്രതിഫലമില്ല. സംഗതി കാണുമ്പോൾ നല്ല തടി കൊണ്ടും പുല്ലുകൊണ്ടും വൈക്കോൽ കൊണ്ടൊക്കെ നല്ല രസമായിട്ടാണ് നമ്മൾ പണിത് വെച്ചിരിക്കുന്നത്. പക്ഷെ തീ വരുന്നോട് അത് കത്തി ചാരമായി പോവാണ്. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ നാം നമ്മോട് ചോദിക്കണം. ഈ സ്വർണവും വെള്ളിയും തങ്കം കൊണ്ട് പണിയുമ്പോൾ എന്താ പ്രത്യേകത? അത് പെട്ടെന്നൊന്നും അത് ഉടനടി കരിഞ്ഞു പോയില്ല സഹോദരങ്ങളെ. തടിയും പുല്ലും വൈക്കോലൊക്കെ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കിട്ടും, ഇല്ലേ? പിന്നാമ്പുറത്ത് നമ്മൾ ഒത്തിരി മരങ്ങളുണ്ട്, അവിടെ പുല്ലുകളൊക്കെ ഉണ്ട്. അതിന് വലിയ അധ്വാനമൊന്നും വേണ്ട, അത് മുറിച്ചെടുത്താൽ മതി. എന്നാൽ സ്വർണവും തങ്കവും ഒക്കെ കിട്ടണമെങ്കിൽ അത് ആഴത്തിൽ കുഴിക്കണം, കുഴിച്ച് പോണം. നല്ല അധ്വാനമുണ്ട്, കഠിനാധ്വാനമുണ്ട്. കർത്താവിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി യഥാർത്ഥമായൊരു വില കൊടുക്കലിൻ്റെ, ഒരു സമർപ്പണത്തിൻ്റെ ജീവിതമാണോ എൻ്റെയും നിന്റെയും ജീവിതം? നമുക്ക് പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ മോട്ടീവ്, നമ്മുടെ ഇന്റൻഷൻ, ഇതെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ മിഴികൾ സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ്, സൂര്യനേക്കാൾ തേജസ്സുള്ളത്. കർത്താവ് എല്ലാം ശ്രദ്ധിക്കുക. തീ കൊണ്ടാണ് പരിശോധന. നമ്മൾ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ശരിയാണ്. ജനം ചിലപ്പോൾ അംഗീകരിക്കുന്നു, കൈയടിക്കുന്നു. പക്ഷെ ഞാനും നിങ്ങളും ചെയ്യുന്ന ഈ കാര്യങ്ങൾ എന്ത് മോട്ടീവാണ്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആ ഇൻറ്റൻഷൻ അത് കർത്താവ് മാത്രമേ കാണുന്നുള്ളൂ. സഹോദരങ്ങളെ, നമ്മളവിടെ ജാഗ്രതയുള്ളവരാകണമെന്ന് കർത്താവ് നമ്മളെ അറിയിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഹല്ലേലൂയ. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിന്റെ കൃപകളെല്ലാം നിറയാൻ, നമ്മുടെ ജീവിതങ്ങൾ കഴുകപ്പെടുവാൻ, കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ നമ്മുടെ ജീവിതങ്ങൾ കഴുകപ്പെടുവാൻ, കുടുംബങ്ങൾ കഴുകപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ കഴുകപ്പെടുവാൻ, തലമുറകൾ കഴുകപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ കഴുകപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ മേൽ ഒഴുകട്ടെ. സകല പാപങ്ങളിൽ നിന്നും, എല്ലാവിധ അശുദ്ധികളിൽ നിന്നും, സകല മലിനതകളിൽ നിന്നും, ലോകത്തിന്റെ എല്ലാ ദുഷിപ്പുകളിൽ നിന്നും കർത്താവേ എന്നെ കഴുകണമേ, എന്നെ നിർമ്മലനാക്കണമേ, എന്നെ വെണ്മയുള്ളവനാക്കണമേ, എന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ, എന്റെ തലമുറയെ സുഖപ്പെടുത്തണമേ. ശ്രദ്ധിക്കുന്ന ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്ന്, അതരം തുറന്ന് ഒന്നിച്ചു വിളിക്കുന്നു, യേശുവേ. വിളിച്ച് പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്ന് വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച് സ്തുതിക്കുന്നു. ക്രമൊഴുകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ കർത്താവെ അനോയിന്റ് ചെയ്യണമേ, വചനത്താൽ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യണമേ, കുടുംബങ്ങളെ സന്ദർശിക്കണമേ, സമൂഹങ്ങളെ ഉണർത്തണമേ, ജനതകളെ വിശുദ്ധീകരിക്കണമേ, തിരുസഭയെ നവീകരിക്കണമേ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിയാണ്, നമ്മളിവിടെ അന്യരാണ്, നമ്മളിവിടെ തീർത്ഥാടകരാണ്. ഈ വലിയ തിരിച്ചറിവോടെ ഈ വരികൾ പാടി ഒന്നിച്ച് കുടുംബമായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. കരങ്ങൾ അടിച്ച് എല്ലാവരും കരഘോഷത്തോടെ ഈശോയെ സ്തുതിക്കുന്നു. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്ക് ഒരുക്കിയ ഭവനമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ എനിക്ക് ഒരുക്കിയ ഭവനമുണ്ട്. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച ഈശോ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആമേൻ. ആനന്ദത്തോടെ ആമേൻ പറഞ്ഞേ. സഹോദരങ്ങളെ, ശാന്തമായിട്ടിരുന്നേ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത്. വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം പൗലോസ്ലീഹ 3-ാം അധ്യായം 14-ാമത്തെ വചനം. 3:14 എന്താ പറയുന്നത്? ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. കർത്താവ് തീ കൊണ്ട് നമ്മളെ പരിശോധിക്കുമ്പോൾ ആരുടെ പണിയാണോ നിലനിൽക്കുന്നത് അവർ സമ്മാനിതരാകും. സമ്മാനം എല്ലാവർക്കും ഇല്ല സഹോദരങ്ങളെ. കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി എത്രയോ ആത്മാക്കൾ ഈ ലോകത്തിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള മിഷണറി ചൈതന്യമുള്ള കുടുംബങ്ങളുണ്ട്, വന്യവൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, അൽമായ പ്രേക്ഷിതര്, യുവജനങ്ങളുണ്ട്. കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവരെ ലോകത്തിന് മുമ്പിൽ അവർ ബോഷനും ബോഷിയുമാണ്. ലോകത്തിന് മുൻപിൽ അവർ മണ്ടന്മാരും മണ്ടികളുമാണ്. ലോകത്തിന് അവരെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ആരും വ്യസനിക്കേണ്ട. നിന്റെ യഥാർത്ഥ മോട്ടീവ് കർത്താവിനെ പ്രതിയാണെങ്കിൽ ഈ പരിശോധന കഴിയുമ്പോൾ നമ്മൾ സമ്മാനിതരാകും.
ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആത്മാർത്ഥമായിട്ടുള്ള കർത്താവിനെ പ്രതിയുള്ള ഒരു നഷ്ടവും അത് നഷ്ടമല്ല, വലിയ ലാഭങ്ങളാണ്. കർത്താവിനെ പ്രതിയുള്ള നമ്മുടെ ഈ നഷ്ടങ്ങൾ, ആരോഗ്യമാകട്ടെ, സമയമാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, നമ്മളിത് നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവ് അതെല്ലാം കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ, ദാനമായിട്ടല്ല, കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ കടങ്ങളെല്ലാം ഇരട്ടിയല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്രയും അധികമായി മടക്കി തരുന്ന ഒരു ദിവസം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അത് നീതിവിധിയുടെ ദിവസമാണ്. ഞാനും നിങ്ങൾ സമ്മാനിതരാകണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വചനം, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി, കർത്താവ് പറയാണ്, എന്നെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ, ജീവൻ മാത്രമല്ല, സമയം നഷ്ടപ്പെടുത്തുന്നവർ, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നവർ, ലോക സുഖങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർ, അർഹമായ സന്തോഷങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്നവരെ, എന്തൊരു കുടുംബത്തെ പോലും നഷ്ടപ്പെടുത്തുന്നവരെ, ഈ ലോകത്തിൽ പലതും തങ്ങൾക്ക് ശ്രേഷ്ഠമായ പലതും നഷ്ടപ്പെടുത്തുന്നവരെ കർത്താവ് പറയാണ്, അവർ സമ്മാനിതരാകും. അവർ അത് കണ്ടെത്തും. അവർക്ക് നിത്യജീവനുണ്ട്, ഇറ്റേണൽ ലൈഫ്. 42-ാം വചനത്തിലോട്ട് വരുമ്പോൾ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവനെ, ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ, ജീസസ്. ഈ ചെറിയ ഒരുവന്, ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം, ഈശോയെ പ്രതി, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനുപോലും പ്രതിഫലമാണ്. പക്ഷെ ആ വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ മോട്ടീവ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. കർത്താവ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ അകമാണ്, നമ്മുടെ ഇൻറ്റൻഷനാണ്, നമ്മുടെ ആഗ്രഹം എന്താണ്. സഹോദരങ്ങളെ, അവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല, പ്രതിഫലമുണ്ട് എന്ന് വ്യക്തമായി പറയാം. അതുകൊണ്ട് മലാക്കി പ്രവചനം 3-ാം അധ്യായം 18-ാം വചനത്തിൽ മനോഹരമായൊരു വചനമാണ്. ഈ നീതിവിധിയുടെ ദിവസത്തിലാണ് നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. കർത്താവിനെ സ്നേഹിക്കുന്നവരെ, കർത്താവിനെ പിൻപറ്റി, കർത്താവിന്റെ വചനത്തെ മാനിച്ചു, വചനമനുസരിച്ചു, തിരുസഭയെ സ്നേഹിച്ചു, ഇവാഞ്ചലൈസേഷൻ ചെയ്തു, കുടുംബമായി കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തു. ഇതിനൊക്കെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയുന്നത് ആ നീതിവിധിയുടെ ദിവസത്തിലാണ്. കർത്താവിനെ തള്ളിക്കളഞ്ഞ, കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ച, ഈ ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകിയ രക്ഷയെ തള്ളിക്കളഞ്ഞ, ബോധപൂർവം അതിനെ റിജക്റ്റ് ചെയ്ത, തിരസ്കരിച്ചവരെ കർത്താവ് പറയാ അത് തിരിച്ചറിയും. ദൈവത്തെ സേവിച്ചവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയും. എപ്പോൾ? നീതിവിധിയുടെ ദിവസത്തിൽ. സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിന്റെ അകത്തേക്ക് ഈ പരിശുദ്ധ വചനത്തിന് മുദ്ര കടന്നു വരണം. സ്തുതിക്കുന്നു. എത്ര ഷാർപ്പാണ് ദൈവത്തിന്റെ വചനം. വീണ്ടും പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3:15, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. കർത്താവിന് പ്രതിയൊക്കെയാണ് കുറേയൊക്കെ അവർ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ നിത്യനരകത്തിൽ ഒരിക്കലും പോകത്തില്ല സഹോദരങ്ങളെ. സംഗതി കൈയടി കിട്ടാനും സ്വന്തം കാര്യങ്ങൾ നടക്കാനും ലോകത്തിന് മുമ്പിൽ ആളാകാനും
ലോകത്തിന് മാന്യത ലഭിക്കാനൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ദൈവവേല ചെയ്യുന്നത്, കർത്താവിനെ സ്നേഹിക്കുന്നത്, ഞാൻ ചിലപ്പോൾ നന്മ പ്രവൃത്തികൾ സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. തീ കൊണ്ട് പരിശോധന നടത്തുമ്പോൾ അത് അഗ്നിക്കിരയാകും. എന്നാൽ അവിടെ കർത്താവ് ഒരു പ്രോമിസ് തരികയാണ്. എന്താണ് ആ പ്രോമിസ്? വചനം എന്താണ്? എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. അവൻ രക്ഷ പ്രാപിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വചനം ഇത് ശുദ്ധീകരണ സ്ഥലത്തെയാണ് പരാമർശിക്കുന്നത്. അഗ്നിയിലൂടെ എന്നവണ്ണം അനേകം സഭാപിതാക്കന്മാരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധീകരിക്കുന്ന അഗ്നി, ശുദ്ധീകരണ തീയെക്കുറിച്ച് എത്ര സഭാപിതാക്കന്മാരാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പല വിശുദ്ധാത്മാക്കളും അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ തന്നിട്ടുണ്ട്. അഗ്നിയിലൂടെ എന്നവണ്ണം അവർ രക്ഷ പ്രാപിക്കും. അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കും, നിത്യ സൗഭാഗ്യത്തിലേക്ക് അവർ പ്രവേശിക്കപ്പെടും. അതിന് വലിയ തെളിവാണ് ലോത്ത്. അഗ്നിയിലൂടെ എന്നവണ്ണം അവനെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം തീ വന്നെല്ലാം നശിപ്പിക്കപ്പെട്ടു. എല്ലാം ഒരുപാട് നഷ്ടമുണ്ടായി. പക്ഷേ അവൻ രക്ഷയിലോട്ട് വന്നു. കർത്താവ് അവനെ രക്ഷിക്കുകയാണ്, അവനെ സംരക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര മനോഹരമാണ് കർത്താവിൻ്റെ വചനങ്ങൾ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നേരുള്ളതാക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ നമ്മൾ മറ്റെന്തിനേക്കാളും ഉപരി ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കർത്താവിനെ കൂടെ നിർത്തണം, കർത്താവിനെ കൂടെ നിർത്തണം, കർത്താവിൻ്റെ കരം പിടിക്കണം, കർത്താവിനോട് ചേർന്ന് നടക്കണം. ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ഒരു വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശമത്തായുടെ സുവിശേഷം 25-ാം അധ്യായം 45-46 വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ വചനം വായിച്ച് അവൻ മറുപടി പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ, ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുമ്പോൾ, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോകുമ്പോൾ, നമ്മളവിടെ നിരുത്സാഹരായി മാറുമ്പോൾ, ദൗത്യം മറന്ന് ജീവിച്ചപ്പോൾ, എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം കർത്താവ് വീണ്ടും പഠിപ്പിക്കുകയാണ്. 46-ാം വചനം, ഇവർ നിത്യശിക്ഷയിലേക്കും, ചെയ്യേണ്ട നന്മകൾ ചെയ്യാതെ, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തത പുലർത്താതെ, കർത്താവ് വിളിച്ച വിളിയിലും തെരഞ്ഞെടുപ്പിലും അതിനോട് പ്രതിബദ്ധതയില്ലാതെ, ഡിവോട്ടഡ് ആകാതെ വഴിമാറിപ്പോയവരോട് കർത്താവ് പറയാണ്, അനുതാപമില്ലാതെ, മനസാന്തരമില്ലാതെ വഴിമാറിപ്പോയ ഓരാത്മാവിനോടും എന്താണ് കർത്താവിന് പറയാനുള്ളത്? ഇവർ നിത്യശിക്ഷയിലേക്ക്, ഇറ്റേണൽ പണിഷ്മെന്റ്. എത്ര സങ്കടകരമായ അവസ്ഥയെ സഹോദരങ്ങളിത്! എത്ര ദാരുണമായ ഒരു തകർച്ചയും നാശവുമാണിത്. ഇറ്റേണൽ പണിഷ്മെന്റ്. ദൈവമായിട്ട് നിത്യമായ ഒരു വേർപാട്, ദൈവമായി നിത്യമായൊരു വേർപാട്. അത് ഏറ്റവും വലിയ സഹനം. ഇറ്റേണൽ പണിഷ്മെന്റ്. ഇവർ നിത്യശിക്ഷയിലേക്കും, നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വചനത്തിനായി ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തവരെ, തങ്ങളുടെ കുടുംബങ്ങൾ ഏൽപ്പിച്ചവരെ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്ക് കഴിയുന്നത് പോലെ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ, സമർപ്പണ ബോധത്തോടെ നിർവഹിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഓരാത്മാവും നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഇറ്റേണൽ ലൈഫ്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ,
കർത്താവ് നമുക്ക് നൽകുന്ന ഈ പരിശുദ്ധ വചനങ്ങളാൽ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ വളരെ ജാഗ്രതയോടെ കണ്ട് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനാൽ കഴുകപ്പെടുവാനും കർത്താവിൻ്റെ ആത്മാവിനാൽ പണിയപ്പെടുവാനുമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തുടർന്ന് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുൻപ് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെന്ന് അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പലപ്പോഴുമായി പങ്കുവെച്ചൊരു കാര്യമാണ്. ഈ വരുന്ന ഡിസംബർ 1 മുതൽ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ, നിങ്ങളെല്ലാവരും ആ പോസ്റ്ററോട്ട് നോക്കി, ആ പോസ്റ്റർ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കേ. ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാള സെഷനിൽ സെൻറ്റ് പീറ്റേഴ്സ് ഹാളിലെ ഡുനാമിസ് പവർ ധ്യാനം നടത്തപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യത്തിൻ്റെ, തെരഞ്ഞെടുപ്പിൻ്റെ, മഹാനിയോഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ സഭയ്ക്കുമായുള്ള ഒരു പ്രവാചക നിരയായി നമ്മുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്ത് ഉയർത്തപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം ഇറങ്ങി വരുവാൻ, നമ്മുടെ തലമുറകളിൽ ഈ അഭിഷേകത്തിൻ്റെ തീ പടരുവാൻ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സാന്നിധ്യത്താൽ ഉജ്ജ്വലിക്കുവാൻ സ്വർഗം നമുക്ക് ഒരുക്കി തരുന്നൊരു ശുശ്രൂഷയാണ് ഈ ഡുനാമിസ് പവർ ധ്യാനം. പലരും പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, വളരെ നല്ലതാണ് സഹോദരങ്ങളെ. എങ്കിലും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ക്ഷണിക്കുകയാണ്. നമ്മൾക്ക് പറ്റുന്നവരെല്ലാവരും കടന്നു വരണം. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിച്ചൊരുക്കി പറഞ്ഞു വിടുക. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകളായി മാറണം. അവർ സഭയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന പ്രവാചകരായി മാറണം. നമ്മുടെ യുവജനങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കി ധ്യാന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടാൻ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ഒത്തിരി സമർപ്പിതരെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അമ്മമാരെ, നമ്മുടെ സമർപ്പിത ജീവിതം കർത്താവിനും സഭയ്ക്കും കൂടുതൽ അത് ഫലപ്രദമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ശുശ്രൂഷയിലേക്ക് വരിക. അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു വിടുക. നമ്മുടെ സമൂഹ അംഗങ്ങളെയോ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ ഒരുക്കി വിടുക. വന്യവൈദികർ പറ്റുന്നത് പോലെ കടന്നു വരിക. നമുക്കൊന്നിച്ച് ഈ 5 ദിവസങ്ങളിൽ പരസ്പരം കണ്ട്, നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. അതിൻ്റെ ജസ്റ്റ് ആ പ്രൊമോ നിങ്ങളൊന്ന് കാണുക. നമ്മൾ പലരും കണ്ടവരാണെങ്കിലും ആ പ്രൊമോ ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ തലമുറയിൽ കർത്താവിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചെറിയ ഗണത്തിൽ സ്ഥാനമുറപ്പിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യങ്ങളായി കാലഘട്ടത്തിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവിനും തിരുസഭയ്ക്കുമായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ജ്വലിക്കുന്ന ആത്മാക്കളായി ധീരതയോടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ യുഗാന്ത സഭയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ടീം ഷെക്കേനയൊരുക്കുന്ന കാലഘട്ടത്തിന്റെ അഭിഷേക ശുശ്രൂഷ ഡുനാമിസ് പവർ റിട്രീറ്റ്. താമസിച്ചുള്ള ധ്യാനം. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. കേരള സഭയിലെ പ്രമുഖ വചന പ്രഘോഷകർ ശുശ്രൂഷകൾ നയിക്കുന്നു. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം മലയാളം സെക്ഷനിൽ 2024 ഡിസംബർ 1 ഞായർ വൈകിട്ട് 4 മുതൽ ഡിസംബർ 6 വെള്ളി രാവിലെ 9 വരെ. രജിസ്ട്രേഷന് ബന്ധപ്പെടുക 9847430445 9745800182 7510697439. ഓൺലൈൻ രജിസ്ട്രേഷനായി സന്ദർശിക്കുക www.shekinahnews.tv. അന്ത്യകാല കൊയ്ത്തിനായി പരിശുദ്ധാത്മാവിന്റെ സൈന്യനിരയെ പരിശുദ്ധമ്മയിലൂടെ രൂപപ്പെടുത്തുന്ന ധ്യാന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മാവിന്റെ സാന്നിധ്യം വന്നടയുമ്പോൾ തുടർന്ന് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നിങ്ങൾ ഷെക്കേനയെ മറന്നു. നമ്മുടെ മാധ്യമ ശുശ്രൂഷകളെ
നിങ്ങൾ ഒത്തിരി പേര് സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും സഹോദരങ്ങളെ, ഒരുപാട് കഷ്ടത നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് പോലും അവർക്ക് അതിന് കൊടുക്കേണ്ട ഒരു സാലറി പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ മാസത്തിലൊക്കെ നമുക്കറിയാം ഇതൊരു സാറ്റലൈറ്റ് ന്യൂസ് ചാനലാണ്. നമുക്ക് MIB മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിന് നമുക്ക് ഡൗൺലിങ്ക് അപ്ലിങ്കിങ് ലൈസൻസിൻ്റെ റിന്യൂവൽ സമയമാണ്. ഇത്ര ഭീമാകാരമായൊരു ചിലവാണ്. ലക്ഷങ്ങൾ മുടക്കണ സഹോദരങ്ങളെ. 5 പൈസ കയ്യിലില്ല. കർത്താവ് മാത്രമാണ് സമ്പത്ത്. അതിൻ്റെ കൂടെ നമുക്ക് അനുദിന ചെലവുകൾ, ഇതിൻ്റെ മെയിൻ്റനൻസുകൾ, ഇങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട്. നിങ്ങൾ പലരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ശുശ്രൂഷയെ മറന്നു പോകരുത്. കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരുക്കിയൊരു ശുശ്രൂഷയാണ് ഷെക്കേനയുടെ മാധ്യമ ശുശ്രൂഷകൾ. നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം. അതൊത്തിരി അനുഗ്രഹവും അഭിഷേകവുമായി ഈ ആലയത്തിനും ഈ ആലയത്തിലുള്ളവർക്കും അത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളിവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുകയാണ്. ഗൂഗിൾ പേ നമ്പറുണ്ട്. നിങ്ങൾ കഴിയുന്നത് പോലെ ചെറുതും വലുതുമായിട്ട് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ ഇതിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ സ്നേഹത്തോടെ കർത്താവിനെ കൊടുക്കുക. നമ്മൾ വചനത്തിൽ കണ്ടു, നമ്മൾ പ്രതിഫലത്തിന് അർഹരാണ് സഹോദരങ്ങളെ. സ്നേഹത്തോടെ ദൈവരാജ്യ വേലകൾക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആ സമർപ്പണത്തെ സ്വീകരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാര്യമായി സഹായിക്കണം. ഇതിന് നടത്തിപ്പിനും നമുക്ക് കുറേ പേയ്മെൻറ്റുകൾ അടച്ചു തീർക്കാനുണ്ട്. ആ പേയ്മെൻറ്റുകളൊക്കെ അടച്ചു തീർക്കാനോ ആവശ്യമായിട്ടുള്ള ഒരു സമർപ്പണം നിങ്ങൾ സ്നേഹത്തോടെ നൽകണമെന്ന് ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തെയും നമ്മുടെ തലമുറകളെയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും തലമുറകളും സഭാ സമൂഹങ്ങളെല്ലാം പ്രകാശിതമാകുവാൻ കണ്ണുനീരോടെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം.